മാനവരാശിയുടെ നിത്യരക്ഷയ്ക്കായി യേശു കർത്താവ് കാൽവരി ക്രൂശിൽ തൻ്റെ രക്തം മഹവിലയായി നൽകുമ്പോൾ അഞ്ചാമതായിട്ട് ഈ ലോകത്തോട് അരുൾ ചെയ്തതായ മൊഴി ഇപ്രകാരമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 28 മുതൽ 29 വാക്യങ്ങൾ. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകുവണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോഞ്ച് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേലാക്കി അവൻ്റെ വായോട് അടുപ്പിച്ച്. കാൽവരി ക്രൂശിൽ ആയിരിക്കുന്ന യേശുനാഥൻ ഒന്നാമതായിട്ട് നാം ഈ മൊഴിയിൽ ചിന്തിക്കുമ്പോൾ യേശു പൂർണ്ണനായ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് എന്നതിന് തെളിവാണ് ഈ വാക്കുകൾ. ഈ ലോകത്തിൻ്റെ രക്ഷകനായി ദൈവത്തിന്, ദൈവികമായി സർവശക്തനായ ദൈവത്തിന് എല്ലാ പാപങ്ങളെയും, എല്ലാ പ്രതികൂലതകളെയും, എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിയും എന്ന് നമുക്ക് അറിയാം. എന്നാൽ മനുഷ്യൻ ബലഹീനനും ലളിതവും വ്യാകുലപ്പെടുന്നവനും ആണ് എന്നിരിക്കെ സർവശക്തനായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനാകുന്ന ക്രിസ്തുവിനെ ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിപ്പിച്ചു. ആയതിനാൽ തന്നെ മാനവരാശിയുടെ രക്ഷ നമുക്ക് ലഭ്യമാക്കി തീർക്കുവാൻ ഈ കർത്താവിന് കഴിയുമെന്നും നമ്മുടെ ഈ ലോക ജീവിതത്തിൽ മാനുഷികമായ ശക്തികളെ അതിജീവിച്ച് ദൈവകൃപയോടെ ദൈവിക ശക്തിയിൽ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങുവാൻ കഴിയും എന്നതിൻ്റെ തെളിവായിട്ടാണ് അഞ്ചാമത്തെ മൊഴി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒന്നാമതായി, യേശു പൂർണ്ണനായ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് എന്നതിന് തെളിവാണ് ഈ വാക്കുകൾ. യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ അവിടെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. മനുഷ്യ ജീവിതത്തിലെ ഒരവസ്ഥയാണ് ക്ഷീണം. അങ്ങനെ ക്ഷീണിച്ചിട്ട് യാക്കോബിൻ്റെ ഉറവിനരികിൽ ഇരിക്കുന്ന യേശുവിനെ നമുക്കവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരും. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് വിശന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ അമരത്ത് തലവെച്ച് ഉറങ്ങുന്ന, പടകിൻ്റെ അമരത്ത് തലവെച്ച് ഉറങ്ങുന്ന യേശുനാഥനെ അവിടെ ദർശിക്കാനായിട്ട് കഴിയും. ലാസറിൻ്റെ കല്ലറയ്ക്ക് മുന്നിൽ കണ്ണുനീരൊഴുക്കുന്ന യേശുനാഥനെയും നമുക്ക് പരിചയപ്പെടാനായിട്ട് കഴിയും. അതേസമയം യേശു പൂർണ്ണ ദൈവവുമാണ്. യേശുവിൻ്റെ വീര്യപ്രവർത്തികൾ, വിധവയുടെ മകൻ്റെ ഉയർപ്പ്, യായൂറോസിൻ്റെ മകളുടെ ഉയർപ്പ്, ലാസറിൻ്റെ ഉയർപ്പ്, മഹരൂബ മലയിലെ യേശുവിൻ്റെ വെളിപ്പെടുത്തൽ, പ്രവചനങ്ങളുടെ നിവൃത്തി, ഇവയെല്ലാം യേശുവിൻ്റെ ദൈവികതയെ തെളിവാക്കുന്നതാണ്. യേശു ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യേശുവിന് കയ്പ് കലയ്ക്ക് വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു. രുചിച്ചു നോക്കിയാകെ അവന് കുടിപ്പാൻ മനസ്സായില്ല എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. യേശുവിന് നൽകിയത് കയ്പ് വീഞ്ഞാണ്. പാരമ്പര്യം പറയുന്നത് ഇത് ഒരു തരം വേദന സംഹാരി ആണെന്നും ആയതിനാൽ യേശു കർത്താവ് ഇത് കുടിച്ചില്ല എന്നും നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. യേശു കർത്താവ് ഈ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിപ്പാൻ ഈ ലോകത്തിലേക്ക് മനുഷ്യനായി കടന്നു വന്നു. എങ്കിലും ദൈവകരങ്ങളിലെ
ദൈവത്തിൻ്റെ പുത്രനാണ്. നാം ഈ ലോക ജീവിതത്തിൽ മനുഷ്യനായി ജീവിക്കുന്നു എങ്കിലും നമ്മുടെ ശരീരത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെ കരങ്ങളിലതാണ്. നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ദാഹം തീർക്കുന്ന രീതിയിൽ ജീവിക്കാനായിട്ട് കഴിയും. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു തരത്തിലും തൃപ്തികരമായി തീരുവാൻ കഴിയാത്തതാണ് മാനുഷികമായ ചിന്തകളും ചിന്താഗതികളും ആവശ്യങ്ങളും ആവശ്യഭാരങ്ങളും. എന്നാൽ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ ദൈവം വഴി നടത്തുന്ന വിധങ്ങളിൽ ദൈവികമായിട്ടുള്ള അറിവ് നമ്മെ ഭരിക്കണം. ഇവിടുത്തെ വേദഭാഗത്തിൽ പറയുന്നത്, അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവർത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് ഇടയായിത്തീരും. യേശു അറിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിലും നാം മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ ദൈവികമായ ഗുണത്തിൻ്റെ ഉപകരണമായി, ദൈവകരങ്ങളിലെ ഉപകരണമായി, നമ്മുടെ മാനുഷികമായ ദാഹങ്ങൾ അകറ്റുന്നവരായിട്ടല്ല, ദൈവകരങ്ങളിലെ ഉപകരണങ്ങളായി, ദൈവത്തിൻ്റെ ഹിതം അറിയുന്നവരായി മാറ്റപ്പെടുമ്പോൾ, ഇപ്പോൾ നാഥ മതി അങ്ങയുടെ തിരുഹിതം പോലെ എന്നെ സമാധാനത്തോടെ വിട്ടയക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. അപ്രകാരം ദൈവകൃപയോടുകൂടെ മുന്നോട്ട് നീങ്ങുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ. ആമീൻ.